ഗൈസ്, ഞാനപ്പോൾ 7ാമത്തെ എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്കിന്നൊന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഓഫ് ക്യാമറ നല്ല ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഈ ഒരു ഓട്ടോമാറ്റിക് പൊട്ടാറ്റോ ഫാം ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്നു കഴിയുമ്പോൾ ഞാൻ തന്നെ വന്ന് ഇത് ഫുള്ള് പൊട്ടിക്കേണ്ട കാര്യം ഈ ലെവർ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഫുള്ളും പൊട്ടി ഈ ചെസ്റ്റിനുള്ളിൽ വന്നോളും. ഇടയ്ക്കൊക്കെ വരണം, പക്ഷെ ആ ലെവർ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വരണം. പിന്നെ ഞാൻ ഇവിടെ ഞാൻ ഈ താഴേക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ മാറ്റി വൈലെവൽ 73 ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ഗ്ലോബറി ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ലാവ എനിക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഇവിടെ നെതർ പോർട്ടൽ ഉണ്ടാക്കുന്നുണ്ട്. ലെതർ പോർട്ടൽ ഉണ്ടാക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. അത്രയ്ക്ക് കുറേ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ചിസൽഡ് സൾഫർ ബ്ലോക്ക് ഉണ്ടാക്കി. എനിക്ക് സ്മൈലി ഫേസ് ഉണ്ടാക്കാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഹില്ല് ഇതാണ് ഞാൻ മെയിൻ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ഞാനിത് മൈൻഷാഫ്റ്റിൽ നിന്ന് ഞാൻ ആ വീഡിയോ നിർത്തിയതിൻ്റെ അവിടെ നിന്ന് മാറിയപ്പോൾ ഒരു ലാപ്പീസ് വെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലാപ്പീസ് വെയിന് ഉള്ളതിന് ഞാൻ വെള്ളേക്ക് കുഴിച്ചു വന്നു. അപ്പോൾ അപ്പുറത്തുള്ള വില്ലേജിലാണ് ഞാൻ വന്ന് കയറിയത്. അപ്പോൾ ആ വില്ലേജിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തത്. ഇപ്പോൾ ഡേ 45 7ാമത്തെ എപ്പിസോഡിൽ ഡേ 45 അത് ഞാൻ ഫുള്ളും പൊട്ടിച്ചു. അത് സാരില്ല. അപ്പോൾ ഞാൻ ഈ വേൾഡ് നല്ലോണം കളിക്കുന്നുണ്ട്. എനിക്ക് ഈ വേൾഡ് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ വേൾഡ് ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഈ വേൾഡ് നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ മെല്ലെ കളിച്ചു പോകുന്നതുകൊണ്ടും പിന്നെ ഇപ്പം തന്നെ എനിക്ക് ഈ വേൾഡ് എൻട്രഡായനെ ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. എനിക്ക് അതുകൊണ്ട് ഞാൻ മെല്ലെ കളിച്ചു പോകുന്നുള്ളൂ. ഞാൻ പിന്നെ ഈ വേൾഡിലായിരിക്കും ഞാൻ ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി ഒരു എൻട്രഡായനെ കൊല്ലാൻ പോകുന്നത്. ഇതുമായിട്ട് എൻട്രഡായനെ കൊന്നിട്ടില്ല. ഞാൻ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്രിയേറ്റീവിലാണ് കൊന്നിട്ടുള്ളത്. അപ്പം ഞാനത് ഈ വേൾഡിലായിരിക്കും ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ചിലപ്പോൾ എൻട്രഡായനെ കൊല്ലാൻ പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഹാർഡ് കോർ വേൾഡിലായിരിക്കും. പറയാൻ പറ്റില്ല ഏതിലാന്ന്. അപ്പോൾ ഞാൻ കുറേ പൊട്ടിച്ചു വന്നല്ലോ. പാട് നോക്കി പെട്ടെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് ഈ വെച്ച ബ്ലോക്ക് ഏതൊക്കെയാണെന്നൊന്നും മനസ്സിലാവത്തില്ല. ഞാനപ്പോൾ ഈ വൈ ലെവലേ ഇതനുസരിച്ച് ഫുള്ളും വെച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് വെച്ചോട്ടെ. അപ്പോൾ ഹലോ ഗൈസ്, ഞാനപ്പോൾ ഇത് ഓണാക്കാൻ പോവാണ്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതാക്കിയത്. അപ്പോൾ ഞാൻ ഈ ലെവലാക്കാൻ പോവാണ്. ആണ് സംഭവം. എന്നിട്ടത് ഫുൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് തങ്ങി നിൽക്കും. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കേട്ട് ഇതൊന്നും കൂടെ ചെയ്താൽ മതി. അപ്പോൾ അത് റെഡി ആയിക്കോളും. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ എൻജിൻ്റെ അവിടെ ആയിട്ടൊക്കെ ചെറുതായിട്ട് തങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടി എഴുന്നിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഉണന്ന് ഇങ്ങനെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇച്ചിരി പൊട്ടാച്ച് കിടക്കുന്നുണ്ട്. അവിടെ വെള്ളം ഒഴുകി വന്ന സമയത്ത് അവിടെ സ്റ്റക്കായതാണ്. അപ്പോൾ ഇത് ഞാൻ അവിടെ കുറച്ച് ഞാൻ വെക്കുകയും ചെയ്തതാണ്. അവിടെ കേട്ട് ഞാൻ കുറച്ച് ഹില്ലിൻ്റെ ബാക്കി ഭാഗം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇവിടെ ക്യാരറ്റല്ല, ഇവിടെ പൊട്ടാറ്റോയാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഇന്ന് പറ്റുന്ന അത്രയ്ക്ക് ഞാൻ വെച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ
ഇപ്പം ഞാൻ ഇവിടെ താഴെ വന്നേക്കുമായിരുന്നു. ഞാൻ ഇവിടെയാണ് ഓഫ് ക്യാമറയിൽ വൈൻ ഇരുന്ന ഈ കോമഡീസിലേക്കൊക്കെ. അപ്പം ഞാൻ ഇവിടെ ഇത് ചെയ്തിട്ട് ഇവിടെ ലാവ കളക്ട് ചെയ്യാൻ വന്നതാണ്. പിന്നെ നെതർ പോർട്ടൽ ബിൽഡ് കംപ്ലീറ്റ് ആക്കുക. അപ്പം എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ എനിക്ക് ഇനി 5 എണ്ണം കൂടെ മതി. എൻ്റെ കയ്യിൽ 5 ബക്കറ്റ് ഞാൻ 4 എണ്ണം പുതിയത് ക്രാഫ്റ്റ് ചെയ്തു. അപ്പം എൻ്റെ കയ്യിലിപ്പം 5 ബക്കറ്റ് ലാവയുണ്ട്. അപ്പോൾ എനിക്ക് ഇത് മുകളിൽ കൊണ്ടുപോയി ഞാൻ വെച്ചത് ശരിയായെങ്കിൽ എനിക്ക് കറക്റ്റ് ഞാൻ അവിടെ കണക്ക് കൂട്ടിയത് ശരിയാണെങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് ഇത്ര മതി. അല്ലെങ്കിൽ കണക്ക് കൂട്ടിയത് തെറ്റാണെങ്കിൽ എൻ്റെ ലാവയും ഈ ഒബ്സിഡിയൻ വൈൻ ചെയ്യുകയാണെങ്കിൽ പുതിയ ഡയമണ്ട് പിക്കാക്സ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും വേണം. പോരാത്തതിന് എന്താ പറയുക, എൻ്റെ നെതർ പോർട്ടലിൽ പെട്ടെന്ന് പോകാനും പറ്റില്ല. പിന്നെയും നേരം ഞാൻ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വേണം വയ്ക്കാൻ. ഞാൻ നോക്കട്ടെ. പിന്നെ ഒരു ലാവ തന്നെ ഇത് വേറൊരു ബക്കറ്റ് ലാവ കൊണ്ട് വയ്ക്കാനും പാടില്ല. അങ്ങനെ വെച്ചാലും പോവും ലാവ. മേളിലത്തെ അത് കുഴപ്പമില്ല, നല്ലോണം വർക്കാവുന്നുണ്ട്. പക്ഷെ ഇച്ചിരി സ്ലോയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ട് നെതറിലെങ്കിലും പോവാന്ന് ചിന്തിച്ച് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നെതറിൽ പോകാൻ വേണ്ടി ഒബ്സിഡിയൻ കൊണ്ടുവന്നത്. എൻ്റെ കയ്യിൽ ഫ്ലിന്റ് ആൻഡ് സ്റ്റീലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഇതിനുള്ളിൽ ലാവ ഒഴിച്ചിട്ട് വെള്ളം എടുക്കണം. അതിൻ്റെ മുമ്പ് കടന്നുണങ്ങാം. പിന്നെ ഞാൻ എൻ്റെ ഇൻവെൻട്രി ഇതൊക്കെ ഞാൻ പോക്കറ്റ് എഡിഷനിൽ ക്ലാസിക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സാധാ ഇതുപോലെ തന്നെയാണ്, ഇൻവെൻട്രി പോലെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ അപ്പോൾ ഞാൻ അതിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. എനിക്കിപ്പോൾ എനിക്കിതിട്ട് കളിക്കാൻ വെച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇച്ചിരി നേരം ഇന്നലെയൊക്കെ ഇത്തിരി നേരം ഞാൻ ഇട്ട് കളിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമൊന്നും തോന്നുന്നില്ല. അപ്പോൾ അത് മേടിക്കേണ്ട. എനിക്കിപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് എത്രയാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ അവിടെ കുറച്ച് കൂടെ പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ലാവ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇതിൽ കൂടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അപ്പോഴാണ് ഞാൻ നെതർ പോർട്ടൽ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്താലോ എന്ന് ചിന്തിച്ച്. അപ്പോൾ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം ഈ വശം ചെയ്യണമെങ്കിൽ ഈ വശത്തും കൂടെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ച് വെള്ളയ്ക്ക് പോകണം. ഞാനിതിപ്പോൾ വീഡിയോ കാണിക്കേണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ കാണിക്കുന്നതാണ്. എങ്ങനെയാണ് നെതർ പോർട്ടൽ ബിൽഡ് ചെയ്തതെന്ന്. ഓക്കെ, എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാതെ വെള്ളം ഇവിടെ തന്നെ വെക്കണം. ഓക്കെ, അപ്പോൾ നെതർ പോർട്ടൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കോബിൾ സ്റ്റോണൊക്കെ ഞാൻ ഒന്ന് പൊട്ടിച്ച് വാങ്ങിച്ചിട്ട്. ഞാൻ ആദ്യമായിട്ട് എങ്ങാണ്ടാണ് ഡയമണ്ട് പിക്കാക്സ് ഇല്ലാതെ ഞാൻ നെതർ പോർട്ടൽ ഉണ്ടാക്കുന്നത്. ഞാൻ ഇത്രയ്ക്ക് നാളെ ഞാൻ എൻ്റെ വേറെ വേൾഡിലൊക്കെ കളിച്ച സമയത്ത് ഞാൻ പിക്കാക്സും കൊണ്ട് ഡയമണ്ട് പിക്കാക്സും കൊണ്ടായിരുന്നു കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് സാധാരണ ഉണ്ടാക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി. നെതറിൽ പോകുന്ന മുമ്പ് ഒരു കാര്യം ചെയ്യാൻ, ഞാൻ എൻ്റെ ഇൻവെൻട്രിയിലുള്ള എല്ലാം ഞാൻ പെട്ടിക്കകത്ത് വെച്ചിട്ടേ പോകുന്നുള്ളൂ.
ആകെ സേഫ് ആവാൻ വേണ്ടി ഒരു സ്റ്റാക്ക് ബ്ലോക്ക് മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാം വെട്ടിക്കകത്ത് കയറ്റി വയ്ക്കുകയാണ്. ഞാൻ ഇതെല്ലാം ഇൻവെൻറ്ററി ക്ലിയർ ആക്കിക്കോട്ടെ. ഇതെല്ലാം നമുക്ക് ഈ പെട്ടിക്കകത്ത് വെച്ചേക്കാം. ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല നെതറിലേക്ക്. എങ്ങനെ ഡേഞ്ചറസ് ഏരിയയിൽ ചെല്ലുന്നെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ എല്ലാം ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ ഫിനാൻസിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഇത് കൊണ്ട് കത്തിച്ചിട്ട് നെതർ പോർട്ടൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് പോയി നോക്കാം. എനിക്ക് നല്ല പേടിയാകുന്നുണ്ട് ഇപ്പോൾ. അതിൻ്റെ ഉള്ളിൽ ഞാൻ റീസ്പോണും കൂടെ സെറ്റ് ചെയ്തതായിട്ട് പറയട്ടെ. ഇനി അങ്ങനെ റീസ്പോൺ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 1000 ബ്ലോക്ക് അപ്പുറത്താണ് ചെന്ന് സ്പോണാണ്. ഗ്യാസ് തന്നെയാണല്ലോ തുടക്കത്തിൽ കിട്ടുന്നത്. എനിക്ക് അങ്ങനെ ചെറുതായിട്ട് പേടിയാകുന്നുണ്ട്. പോരാത്തതിന് തൊട്ട് സ്പൂണിൻ്റെ അടുത്ത് തന്നെ ഗ്യാസ് ഉള്ളതുകൊണ്ട് നല്ലോണം എനിക്ക് പേടിയാകുന്നുണ്ട്. ചത്തിട്ടില്ല, ഇവിടെയായിട്ട് ഞാൻ ചത്തിട്ടില്ല. ഈ വേൾഡിൽ എനിക്ക് കുറച്ച് സോൾ സാൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നന്നായി. ഇത് ഞാൻ വെട്ടിക്കാതെ കൊണ്ട് വെച്ചേക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ സ്പോൺ ഇച്ചിരി ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ എന്താക്കാന്ന്. ഞാൻ ഒന്ന് ഹീലായിക്കോട്ടെ. എനിക്കിപ്പോൾ നെതറിൽ ഇപ്പോൾ നല്ല ഡേഞ്ചറായി കിടക്കുവാണ്. 2 ഗ്യാസ് 2 സ്കെലട്ടന് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നല്ല ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ ഇനി ബാക്കി അടുത്ത എപ്പിസോഡ് എക്സ്പ്ലോർ ചെയ്യും. ഇപ്പോൾ ഞാൻ നെതറിൽ കയറിയിട്ടുണ്ട് ജസ്റ്റ്. അപ്പോൾ അത് അത്ര മതി. ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ച് എപ്പിസോഡ് നിർത്തുകയാണ്. ബൈ ബൈ.